ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലറായ കെ.ജെ. ചാക്കോ ചെമ്പന്തൊട്ടി നായനാർമല ക്വാറി എന്നേക്കുമായി അടച്ചുപൂട്ടാൻ ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഉന്നയിക്കുകയും ചെയ്തു. ക്വാറി അടച്ചുപൂട്ടുവാൻ എത്രയും വേഗം പഴുതുകളില്ലാതെ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും ക്വാറി ഉടമയ്ക്കും നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും 7 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി ലഭിച്ചാൽ നായനാർമലയിലെ മുളിയാൻ ക്വാറി എന്നേക്കുമായി പഴുതുകളില്ലാതെ അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കുമെന്നാണ് മറുപടി പറഞ്ഞത്. ഇത് ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ കെ.ജെ. ചാക്കോ കുന്നക്കൽ, വർഗീസ് വയലാമണ്ണിൽ, ഷംസീർ കെ എന്നിവർ അറിയിച്ചു. ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ ചേർന്ന മുനിസിപ്പൽ കൗൺസിലിൽ ചെമ്പന്തൊട്ടി നയനാർമലയിലെ ക്വാറി അടച്ചുപൂട്ടുവാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അതിശക്തമായി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ കൗൺസിലിൽ ചോദിക്കുകയുണ്ടായി. ചോദിച്ചപ്പോൾ ആദരണീയ ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും എനിക്ക് നൽകിയ മറുപടി കഴിഞ്ഞ ജനകീയ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഭീഷണിയായ മൂളിയാൻ കൃഷ്ണരാൻ ക്വാറി എന്നേക്കുമായി അടച്ചുപൂട്ടാൻ പഴുതുകളില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മറുപടി പറഞ്ഞത്. അതിനുവേണ്ടി ക്വാറി ഉടമയുടെ വാദം കേൾക്കേണ്ടതുണ്ട്. കേട്ടില്ലെങ്കിൽ അത് കോടതിയിൽ പോയാൽ നമുക്ക് ദോഷകരമായി സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈസിയിൽ കണ്ട ഓരോ നിയമലംഘനങ്ങൾക്കും പ്രത്യേകം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന് മറുപടി 7 ദിവസം അനുവദിച്ചിട്ടുണ്ട്. 7 ദിവസത്തിലുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി കിട്ടിയാൽ എന്നേക്കുമായി ഈ ക്വാറി അടച്ചുപൂട്ടാൻ വേണ്ട പഴുതുകളില്ലാത്ത അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും നൽകിയിരിക്കുന്നത്. ആ മറുപടി 100% ജനകീയ കമ്മിറ്റി എന്ന നിലയ്ക്കും മുനിസിപ്പൽ കൗൺസിൽ എന്ന നിലയ്ക്കും ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം തളപ്പറമ്പ് പുതുതായിട്ട് വന്ന് ചാർജ് എടുത്ത RDO ജനകീയ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ നയനാർമല ക്വാറി സന്ദർശിക്കുകയുണ്ടായി. ക്വാറിയിലെ അപകട ഭീഷണി പുതിയ RDOയ്ക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ ക്വാറി അടച്ചുപൂട്ടാൻ ആവശ്യമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നേക്കുമായി എത്രയും വേഗം ഈ ക്വാറി അടച്ചുപൂട്ടുന്നത് വരെ വിശ്രമമില്ലാതെ ജാഗ്രതയോടുള്ള ഒരു പ്രവർത്തനം ജനകീയ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മുഴുവൻ ജനങ്ങളുടെയും തുടർന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.